ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പ്രോഗ്രാം മിസ്റ്റർ ആൻഡ് മിസ്സിസ് 2024 എന്താ പറയുക വിജയം അനൗൺസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, കുറവനും കുറത്തിയും രാജാവും രാജ്ഞിയും അങ്ങനെ എല്ലാവരും തന്നെ. എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് ആർക്കാണെന്ന ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. ആർക്കായിരിക്കും ഒന്നാം സമ്മാനം കിട്ടാൻ പോണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ശരി, എന്നാൽ പിന്നെ ഇനി ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, എല്ലാവരും ഞാൻ തന്നെ അനൗൺസ് ചെയ്യാനായിട്ട് പോവുകയാണ് ആരാണ് ഈ കോമ്പറ്റീഷനിലെ വിജയ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. അപ്പോൾ അർജുനും മീനും അതെ കേട്ടോ. സോ ഞാൻ പറയട്ടെ? പറയാൻ പറഞ്ഞു എല്ലാവരും. അപ്പോൾ എല്ലാവരും റെഡിയാണ്. അപ്പം എന്താണ് ആ ഒരു റിസൾട്ട് എന്നതിനായിട്ട് അപ്പോൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ദ വിന്നർ ഈസ് ഗൗതം ആൻഡ് അഖില എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും വാ പൊളിച്ച് നോക്കുകയാണ്. ഇതെന്താ സംഭവിച്ചത് എന്നറിയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി തീർത്തതാണ്. രണ്ടുപേർക്കും സോ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? പരസ്പരം കരിവാരിത്തേക്കാൻ വേണ്ടി ഞങ്ങളെ ചെയ്തതാ. അവസാനം സമ്മാനം തലയിലുമായി. ഗൗതത്തിന് വിശ്വസിക്കാനേ പറ്റണില്ല. ഇനി ഈ കോമ്പറ്റീഷനിലെ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് നമ്മുടെ രാജാവും റാണിയുമായി വന്ന് നമ്മുടെ മനം കുളിർപ്പിച്ച അർജുൻ ആൻഡ് മീനു എന്ന് പറഞ്ഞു. പിന്നെ ഓരോരുത്തരുടെ ആയിട്ട് ഫസ്റ്റ് പ്രൈസ്, 3rd പ്രൈസ്, 5th പ്രൈസ് വരെ ഇങ്ങനെ മാറി ഓരോരുത്തരുടെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അർജുനും മീനുവിനും പിന്നെ പറയുകയും വേണ്ടല്ലോ. പിന്നെ നമ്മൾ കാണുന്നത് കാഞ്ചനേനെയാണ്. അപ്പോൾ കാഞ്ചന ഇതേ തോട്ടത്തിലെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രതാപനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രതാപൻ കാഞ്ചനയെ കണ്ടിട്ട് ആഹാ എന്താ നീ എന്തേ നോക്കണത് എന്ന് ചോദിച്ചു. നീ എന്താ ഇവിടെ? പാമ്പൊക്കെ പോയോ? പാമ്പോ? ഇതിനകത്തൊരു പാമ്പുണ്ടായിരുന്നല്ലോ. ഓ അതോ? ഉണ്ടായിരുന്നു. അത് പാമ്പ് പിടുത്തക്കാരൻ വന്ന് പിടിച്ചുകൊണ്ട് പോയി. അല്ല നീ എന്താ വന്നത്? അതെന്ത് ചോദ്യമാ? ഭക്ഷണം കൊണ്ടുതരാൻ വേണ്ടി വന്നതാ. എവിടെയാ അർജുൻ? വളം വാങ്ങാൻ പോയി സിറ്റിയിൽ. അന്നും ഇത് തന്നെയല്ലേ പറഞ്ഞത്? ആണോ? എന്നാലേ ഞാനത് മറന്നുപോയി. മാറ്റി പറയാം. ഒരു കാര്യം ചെയ്യാം, അവൻ സിനിമ കാണാൻ പോയതാ. എന്താ മതിയോ? എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ. പിന്നല്ലാണ്ട് ഒരാൾക്ക് എന്താ 2 വട്ടം വളം വാങ്ങാൻ പോയിക്കൂടെ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത്രയും വലിയ തോട്ടത്തിലിടാൻ എത്ര വളം വേണം? ആരോട് പറയാൻ? അല്ല നീ ആ ഭക്ഷണം ഇങ്ങോട്ട് തന്നേ, ഞാൻ കഴിക്കട്ടെ, വിശക്കുന്നു. അവൻ വരാൻ വൈകും. അപ്പം അന്ന് ഞാനിവിടെ വന്നപ്പോഴും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇന്നും ഇവിടെ ഇല്ല. സത്യത്തിൽ അവൻ ഇവിടെ താമസമില്ലേ? എൻ്റെ പൊന്നോ, ഈ കാഞ്ചനയുടെ ഒരു കാര്യം, അവൻ പിന്നെ എവിടെ താമസിക്കാനാ? പിന്നെ ഉള്ളത് ഭാര്യ വീടാ. അവിടെ രാജേന്ദ്രൻ അങ്കിൾ അവളെ കയറ്റുമോ? മുട്ടുകാല് തല്ലി ഓടിക്കില്ലേ? കൊള്ളാം. അപ്പോൾ കാഞ്ചന ഇങ്ങനെ ചിന്തിക്കുകയാണ്. പ്രഭാവതി അമ്മയുടെ മോനല്ലേ, അഭിമാനം കാണില്ലേ? പോവോ അവൻ? അവിടെ പോവോ? അഭിമാനത്തിൻ്റെ കാര്യമൊന്നും തൽക്കാലം പറയാതിരിക്കുക നല്ലത്. കാഞ്ചന ചെല്ലാം, എനിക്ക് വിശക്കുന്നു, ഞാനൊന്ന് കഴിച്ചോട്ടെ. ശരി, ഇതാ കഴിക്കുക എന്ന് പറഞ്ഞ് ഫുഡ് കൊടുത്തു. എന്നാൽ ശരി, എവിടെയോ എന്തൊക്കെയോ ചില കള്ളത്തരങ്ങൾ മണക്കുന്നുണ്ട്, ഞാൻ പിടിച്ചോളാം. കാഞ്ചനയെ പ്രതാപനേട്ടന് നന്നായിട്ടറിയാലോ അല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് കാഞ്ചന അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ പ്രതാപൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ റൂമിൽ വന്നിട്ട് ആകെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുകയാണ് നമ്മുടെ അഖില. എന്താ നടത്തില്ല, കാലും ദേഹവും. പിന്നെ അവർക്ക് ബസ് പ്രൈസ് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല, തോക്കുമെന്നൊക്കെ ഓർത്താണ്. അപ്പോൾ അതേണ്ട ഗൗതം അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. എന്താ നീ എന്താ ഈ മുഖം വേർപ്പിച്ചിരിക്കണത് എന്ന് ചോദിച്ചു. വന്ന ഉടനെ ഇവളെ നോക്കി ഭയങ്കര ചിരിയാണ് ഗൗതം ചിരിക്കണത്. അപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിരിക്കണത്. നീ എന്തിനാ ഇപ്പം ചിരിക്കണത്? ചിരി വരുന്നു, അതുകൊണ്ട് ചിരിക്കുന്നു. എന്നെ നോക്കി നീ എന്തിനാ ചിരിക്കണത്? നിന്നെ കണ്ട ചിരിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അയ്യോ എനിക്ക് വയ്യേ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അഖിലയും നേരെ തിരിച്ചു നിന്ന് അവളുടെ മുഖം നോക്കി ചിരിക്കുക. എന്താ ചിരിക്കുന്നത്? നിൻ്റെ മുഖം കണ്ട ആരായാലും ചിരിച്ചു പോവും. നിൻ്റെ ഒരു കോല കണ്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അഖില ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ഗൗതത്തിൻ്റെ മുഖം മാറി. നിനക്ക് സത്യം പറയട്ടെ, നിനക്ക് സാമ്പാർ എന്ന പേരിനേക്കാൾ കൂടുതൽ ചേരുന്നത് കുരങ്ങൻ എന്ന പേരാ. നിനക്ക് കുട്ടിത്താറാവുന്ന പേരിനേക്കാൾ നല്ലത് കുരങ്ങി എന്ന പേരാ എന്ന് പറഞ്ഞു. ഞാൻ പറയണത് അതേപടി കോപ്പി അടിക്കുന്നോടാ. നിൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് സ്റ്റോക്കൊന്നും ഇല്ലേ? കഷ്ടം തന്നെ നിൻ്റെ കാര്യം. ഇഷ്ടം പോലെ സ്റ്റോക്കുണ്ട്, പറയണോ ഞാൻ? നീ പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി ഞാനും പറയും. പറയടാ സാമ്പാറേ. പൂടി കാട്ടുപന്നി,
പോടാ കുട്ടിത്തേവാങ്ക, നീ പോടി ചോലക്കര കുഞ്ചി. ഇങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടി. അവസാനം വേണ്ട നിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന തലവണയെടുത്ത് രണ്ടുപേരും അടിച്ച് പിരിഞ്ഞ് മൊത്തം കുളമാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവസാനം മടുത്ത് അവിടെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് രാജേന്ദ്രനെയാണ്. അപ്പോൾ രാജേന്ദ്രൻ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേ മാലുവും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. എന്തായി രാജേന്ദ്ര തീരുമാനങ്ങൾ എന്ന് ചോദിച്ചു. എന്ത് തീരുമാനം? അമ്മ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ചോദിച്ചോ. അല്ല, സ്വത്ത് വിൽക്കുന്ന കാര്യത്തിൽ ഇവള് പറഞ്ഞതുപോലെ ആ പണയം വെച്ചാൽ പോരെ, വിൽക്കണോ? ദേ, ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അഭിപ്രായം പറയണത് എന്ന് ചോദിച്ചു. അത് വിട്, അത് കളാ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഞാൻ മീനു ചെയ്ത ജോലി ചെയ്യുന്ന സ്കൂളിൻ്റെ മുന്നിൽ കൂടെ പോയിരുന്നു. അവിടെ ക്ലാസ് നടക്കുന്നുണ്ടല്ലോ, അവിടെ ടീച്ചേഴ്സും ഉണ്ട്, കുട്ടികളും ഉണ്ട്. എന്താ പറ്റിയത്? പിന്നെ എങ്ങനെയാണ് അവർ ടൂറ് പോയി എന്ന് പറഞ്ഞത്? അവിടുത്തെ കുട്ടികൾക്കും ഒപ്പം അധ്യാപകർക്കും ഒപ്പം പോയി എന്നല്ലേ മീനു മഖിലയും പറഞ്ഞത്? അല്ല, അത് പിന്നെ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളൊന്നും പോയിട്ടില്ല. അതെ, കുറച്ച് കുട്ടികളും അധ്യാപകരും മാത്രമേ പോയിട്ടുള്ളൂ. ഓ, അത് ശരി, അങ്ങനെയല്ലേ. ഞാൻ കരുതി എങ്ങനെയാന്ന്. സാരമില്ല, മോള് ജോലി ചെയ്യുന്ന സ്കൂളല്ലേ, പോകും വഴി അവിടെ ഒന്ന് കയറണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്താന്ന് വെച്ചാൽ പിന്നെ കരുതി പിന്നെ ആവാം എന്ന്. അല്ല, എന്തിനാ അവിടെ കയറണത്? ചുമ്മാതെ വെറുതെ ഹെഡ് മാസ്റ്ററെയും അധ്യാപകരെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ. മീനുവിൻ്റെ അച്ഛനാണ് എന്ന് പറയുമ്പോഴേ ഒരഭിമാനമല്ലേ, അതുകൊണ്ടാണേ. അപ്പോൾ ഇവർ രണ്ടുപേരും വിഷമിക്കുകയാണ്. നാളെ ഞാൻ അതുവഴി പോകുന്നുണ്ട്, നാളെ ഒന്ന് കയറിക്കളയാം. എന്താ, അത് കയറിക്കളയല്ലേ? അതൊന്നും വേണ്ട, മീനു വരട്ടെ, എന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങ് പോവാം. എന്തിന്? ഇതെന്താ ഒരുമിച്ച് പോവാൻ, എന്താ വല്ല സിനിമ തിയേറ്ററാണോ എന്ന് ചോദിച്ചു. പപ്പേട്ട്, അയ്യോ നിങ്ങൾ വരുമൊന്നും വേണ്ട, എന്താണെങ്കിലും നാളെ ഒന്ന് കയറണം, എന്നിട്ട് നാളെ ഞാൻ സ്കൂളിലൊന്ന് കയറുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അഭിമാനത്തോടെ എനിക്കൊന്ന് പറയണം, ഞാൻ മീനു ടീച്ചറുടെ അച്ഛനാണ് എന്ന്. എന്നിട്ട് വേണം നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് രാജേന്ദ്രൻ ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് പോയി. അപ്പോൾ മാലുവും അമ്മയും ആകെ പെട്ടു. അമ്മേ, ഇനി എന്ത് ചെയ്യും അമ്മേ? ആകെ പ്രശ്നമാവുമല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. സ്കൂളിൽ ചെന്നാൽ അങ്ങനെ ഒരു ടൂറിനെ കുറിച്ച് ഉറപ്പായിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു ടൂർ പോയിട്ടില്ല എന്നും എല്ലാവർക്കും മനസ്സിലാവും. എന്ത് ചെയ്യും ഇനി? കള്ളത്തരം പിടിക്കപ്പെടുകയും ചെയ്യും. ഇനി എന്താ ചെയ്യുക മാലു എന്നോർത്ത് അവർ വിഷമിക്കുകയാണ്. പിന്നെ കാണുന്ന അർജുനെയും മീനുവിനെയാണ്. ഈ നടക്കുന്ന ഒന്നും വിശ്വസിക്കാൻ കഴിയണില്ല, എല്ലാം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തോന്നും അർജുൻ. സത്യത്തിൽ ഇപ്പോൾ ഉള്ള സന്തോഷവും സ്നേഹവും സ്വപ്നം പോലെ ഒരു നിമിഷം കൊണ്ട് അവസാനിച്ച് പോകാതിരുന്നാൽ മതിയായിരുന്നു. സത്യം പറയട്ടെ, അത് ജീവിത അവസാനം വരെ നിലനിന്ന് പോകണം എന്ന് പറഞ്ഞു. നിലനിൽക്കുമല്ലോ, അതിനെന്താ സംശയം? അതിന് വേറെ ആരും വിചാരിക്കണ്ട, നമ്മൾ മാത്രം അങ്ങ് വിചാരിച്ചാൽ മതിയല്ലോ. എൻ്റെ ശരീരം മാത്രമല്ല, മനസ്സും കുളിർന്നു എന്ന് പറഞ്ഞു മീനു. ഈ യാത്ര വന്നില്ലായിരുന്നെങ്കിലേ വലിയൊരു നഷ്ടമായി പോയേനെ എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ മീനുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അർജുൻ. എന്താ അർജുൻ ചിരിച്ചത് എന്ന് ചോദിച്ചു. എന്തേ ആലോചിച്ചുകൊണ്ട് പോണത്? അപ്പോൾ അർജുൻ എന്തോ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ ചിരിക്കണത്? ഒന്നുമില്ല എന്നിട്ടാണ്. നീ പറഞ്ഞത് എനിക്കിഷ്ടമായി, അതുകൊണ്ട് ഞാനങ്ങ് ചിരിച്ചു. അല്ല, നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് അധിക ദൂരമൊന്നും നടന്നില്ല അല്ലേ? ഇല്ല. എങ്കിലേ ഇനി എങ്ങനെ സംസാരിച്ചുകൊണ്ട് എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കാം, ഒരു ബോറടി ഉണ്ടാവില്ല. എത്ര ദിവസം വേണമെങ്കിലും നടക്കാം, ഒരു കുഴപ്പമില്ല, ബോറടിക്കില്ല. നീയല്ലേ കൂടെയുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. എന്താ നോക്കുന്നത് എന്ന് ചോദിച്ചു. ഇന്നേ നിന്നെ റാണിയുടെ വേഷത്തിൽ കാണാനായിട്ട് നല്ല സുന്ദരിയായിരുന്നു. രാജാവ് അത്ര ശരിയായില്ലെന്നാണ് എനിക്ക് തോന്നണത്. നീയൊരു രാജകുമാരിയെ പോലെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഒരിക്കലും ഞാൻ ആ വേഷം മറക്കില്ല കേട്ടോ, എൻ്റെ മനസ്സിൽ നിന്ന് പോയേയില്ല. ആ വേഷത്തിൽ നീ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ചുമ്മാ പറയല്ലേ. സത്യവാ, നിൻ്റെ വേഷം, നിൻ്റെ ആറ്റിറ്റ്യൂഡ്, നിൻ്റെ ഡാൻസ് എല്ലാം എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ആ രാജാവുണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. അപ്പോൾ കോമഡി ആയി പോയോന്നാ എൻ്റെ സംശയം. അതൊന്നുമില്ല. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ അതൊക്കെ വേറെ ലെവലായിരുന്നു എന്ന് പറഞ്ഞു. രാജാവിൻ്റെ വേഷത്തിലും നീയും സൂപ്പറായിരുന്നു, എനിക്കിഷ്ടമായി, സത്യമായിട്ടും സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്.
മത്സരം കഴിഞ്ഞതിന് ശേഷം ഒരു കണ്ടസ്റ്റൻ്റ് വന്ന് എന്നോട് പറയുക, നമ്മളെ രണ്ടുപേരും നല്ല ജോഡിയാണ്, സൂപ്പറാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ അവർ വന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഗൗതവും അഖിലയും വ്യത്യസ്തമായ വേഷത്തിൽ വന്നു. അതവർക്ക് 1ാം സ്ഥാനം ലഭിച്ചത്. അതാ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേനെ. അവർക്ക് കിട്ടിയതിൽ സന്തോഷം. എന്തായാലും ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെയായിരിക്കും. അതെന്തായാലും നമ്മൾ തേടിയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അവർ രണ്ടുപേരും വീണ്ടും നടന്നു പോവാണ് കേട്ടോ. അതെ, നിനക്കെന്തെങ്കിലും വേറെ ആഗ്രഹം ഉണ്ടോ മീനു? നീ ഒന്ന് പറ. എന്താ വേറെ എന്താ ആഗ്രഹം? അല്ല, മത്സരത്തിൽ വിന്നറാകണം എന്ന് ആഗ്രഹമുള്ളതുപോലെ മറ്റെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം. ഉണ്ടെങ്കിൽ നമ്മൾ സാധിച്ചു തരും. എന്താ? എനിക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ അർജുൻ. എന്താ? ജീവിതാവസാനം വരെ നീ എൻ്റെ കൂടെ ഉണ്ടാവണം. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഐ ലവ് യു അർജുൻ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ മീനു എന്നോട് ഐ ലവ് യു പറഞ്ഞേ എന്ന് പറഞ്ഞ് ഒച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിണ്ടാതിരി, ആരെങ്കിലും കേൾക്കും എന്ന് പറഞ്ഞ് അർജുൻ്റെ വേഗം മീനു പൂത്തി പിടിച്ചു കിട്ടോ. അപ്പോൾ രണ്ടുപേരുടെ കട്ട പ്രണയമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ദിവസത്തിന് ഈ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ അർജുൻ? ശരിയാ, നീ പറഞ്ഞത് മനുഷ്യൻ്റെ പ്രണയത്തിൽ വീഴ്ത്തിക്കളയുന്ന ഒരു രാത്രിയാ എന്നാ തോന്നുന്നത്. നമ്മളെയും അതിലേക്ക് ആകർഷിച്ചു. എന്താണെങ്കിലും വാ. അപ്പോൾ അർജുൻ നേരെ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് പോയിട്ട്, ഈ മരത്തിൽ നമ്മൾ രണ്ടുപേരുടെയും പേരെഴുതിയിട്ടാലോ? അതെന്തിനാ? നമ്മളിവിടെ വന്നതിനും നമ്മൾ ഈ പ്രണയത്തോടെ സംസാരിച്ചതിനും ഒരടയാളമായിട്ട് ഈ മരത്തിൽ എന്നും ഉണ്ടാവും. ഇത് കൊള്ളാലോ, ഇത് കൊച്ചുകുട്ടികളെ പോലെ. ഇത് കൊള്ളാം, മരത്തിൽ പേരെഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ മനസ്സിൽ പ്രണയം നിറയുമ്പോഴേ കുട്ടിക്കളിച്ച് കൂടുന്നു കൂട്ടിക്കോ. ശരി, എന്നാൽ എഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ മീനു എന്നൊക്കെ എഴുതി. മതിയോ? സന്തോഷമായോ? സന്തോഷമായി, എന്നാൽ പോവാം. അപ്പോൾ രണ്ടുപേരുടെ വേണ്ട അർജുൻ മീനും കൂടെ അങ്ങ് പോവാണ്. പിന്നെ കാണുന്നത് കാഞ്ചനേനെയാണ്. കാഞ്ചന ആകെ ആലോചനയിലാണ്, ആകെ പ്രശ്നമാണ്. അപ്പോൾ ഇതേ പ്രഭാവതി അങ്ങോട്ടേക്ക് വന്നു. കാഞ്ചനെ എന്ന് വിളിച്ചു. ദേ, നീ തോട്ടത്തിലേക്ക് പോ, അർജുന് ഭക്ഷണം കൊടുത്തിട്ട് വാ. ഞാൻ പോകുമ്പോഴൊന്നും അവനവിടെ ഇല്ല, പിന്നെ എന്തിനാ ഭക്ഷണം കൊണ്ട് പോണത് എന്ന് ചോദിച്ചു. എൻ്റെ അമ്മേ, എപ്പോൾ ചെന്നാലും വല്ലതും വാങ്ങാനായിട്ട് സിറ്റി പോയി എന്നാ പ്രതാപേട്ടൻ പറയണത്. അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഞാൻ ഇതുവരെ തോട്ടത്തിലെ വീട്ടിലോ അവനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടു പ്രഭാവതിയും. അവനവിടെ താമസമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ അവൻ എവിടെ താമസിക്കാൻ? അവൻ മീനുവിൻ്റെ വീട്ടിലെങ്ങാനും ആയിരിക്കുമോ? അതിന് വഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ എവിടെയായിരിക്കും? എന്തായാലും അവൻ അവിടെയില്ല, അതുറപ്പാ. പിന്നെ അവൻ എവിടെ പോകാനാ? എവിടെയോ പോയിട്ടുണ്ട്. പ്രതാപേട്ടനെയും അച്ഛനും മുത്തശ്ശനും ഒക്കെ ഇതറിയാമായിരിക്കും. നമ്മളുടെ അടുത്തുനിന്ന് ഇത് മറച്ചു വെക്കുന്നതാ. നീ ചുന്ന സംസാരിക്കുന്നതാ. അല്ലെങ്കിൽ അവരവിടെ തന്നെ ഉണ്ടാവും. അല്ലമ്മേ, എന്തൊക്കെയോ പന്തികേട് മണക്കുന്നുണ്ട്. അവനവിടെ താമസിക്കുന്നുണ്ടോ എന്നില്ല എന്നറിയാൻ ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ അമ്മേ? അർജുനോട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ക്ഷമ പറഞ്ഞ് എനിക്ക് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് അച്ഛനോട് പറയാം. അപ്പോൾ കൂടെ വരാൻ അച്ഛനെ നിർബന്ധിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്തായാലും വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കൊള്ളാം, നല്ല ഐഡിയ. അവനവിടെ താമസം ഉണ്ടെങ്കിൽ അച്ഛൻ കൂടെ വരും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവഴി പറഞ്ഞ് അച്ഛൻ ഒഴിവാകും എന്ന് പറഞ്ഞു. എന്താണെങ്കിലും അച്ഛൻ പുറത്ത് പോയിരിക്കുകയല്ലേ, പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേണ്ട വീണ്ടും മിസ്റ്റർ ആൻഡ് മിസ്സിസിൻ്റെ അടുത്ത ഒരു ഇത് വരികയാണ്, അടുത്ത മത്സരം. അപ്പോൾ എല്ലാവരും വീണ്ടും വന്നു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇനി അടുത്ത് വരാൻ പോകുന്നത് ഒരു രസകരമായൊരു ഗെയിമാണ്. ഇനി പാചകം, എല്ലാവർക്കും പാചകം ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ്. പിന്നെ ഇതിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ സ്ത്രീകളല്ല പാചകം ചെയ്യുന്നത്, പുരുഷന്മാരാണ്. അപ്പം അർജുൻ, എൻ്റെ പൊന്നോ, എനിക്ക് ചോറും സാമ്പാറും അല്ലാതെ വേറെ ഒന്നും അറിയില്ല. അപ്പോൾ ഗൗതം ആണെങ്കിലോ, എനിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാനേ അറിയൂ. അപ്പോൾ ഇവരിങ്ങനെ രണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.